കർത്താവായ യേശുവിൻ്റെ അതുല്യ നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. അല്പസമയം പ്രാർത്ഥനയ്ക്കായിട്ട് വേർതിരിക്കുകയാണ്. നിങ്ങൾ രോഗത്താലോ കടബാധ്യതയാലോ അസമാധാനത്താലോ ജീവിതത്തിലെ മറ്റെന്തെങ്കിലും പ്രയാസങ്ങളാലോ വലയുന്നെങ്കിൽ നിങ്ങളെല്ലാവരെയും വഹിച്ചുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണ്. ജാതി മത ഭാഷ വ്യത്യാസമന്യേ എല്ലാവർക്കുമായിട്ടാണ് പ്രാർത്ഥിക്കുന്നതെങ്കിലും പ്രധാനമായിട്ടും മലയാളികൾക്കും മലയാളം മനസ്സിലാകുന്നവർക്കും മാത്രമേ ഇത് ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. എങ്കിലും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ വ്യക്തികളെക്കാൾ ഉപരി ദൈവമാണല്ലോ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് ഏത് സ്ഥലത്തിരിക്കുന്നവർക്കും ഏത് ഭാഷയിലുള്ളവർക്കും അത് പ്രയോജനപ്പെടാൻ തക്കവണ്ണം കർത്താവിന് തന്നെ രൂപാന്തരപ്പെടുത്താൻ കഴിയും. മാത്രമല്ല, എൻ്റെ പ്രാർത്ഥനയേക്കാൾ ഉപരി കർത്താവിൻ്റെ കരുണയും ദയവുമാണ് നിങ്ങൾക്ക് വിടുതൽ നൽകുന്നത്. അപ്പോൾ തന്നെ ഞാനും പ്രാർത്ഥന ആവശ്യമുള്ളൊരു വ്യക്തിയാണ്. ആ പ്രാർത്ഥന എനിക്കും എൻ്റെ വിഷയങ്ങൾക്കും ഒരനുഗ്രഹമായി തീരട്ടെ. ഞാൻ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവിനുള്ള വിശ്വാസത്താലാണ് അത് പ്രാർത്ഥിക്കുന്നത്. കർത്താവ് ചെയ്യും, കർത്താവ് പ്രവർത്തിക്കും. മനുഷ്യൻ്റെ കഴിവോ ബുദ്ധിയോ പ്രാപ്തിയോ ഒന്നുമല്ല, കർത്താവിൻ്റെ കൃപയാണ് സൗഖ്യവും വിടുതലും സമാധാനവും ഒക്കെ നൽകുന്നു. അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ സമയത്ത് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം. എനിക്ക് സമയം ലഭിക്കുമ്പോഴൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കും. അതുകൊണ്ട് പല വിഷയങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ പരിശുദ്ധ പിതാവേ, ഈ സമയത്തെ ഓർത്ത് നീ സ്തുതിക്കുന്നു. കർത്താവേ, എൻ്റെ മുമ്പിലിരിക്കുന്നു, ഇത് ശ്രദ്ധിക്കുന്നു എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് വേണ്ടി അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു. മാറാരോഗങ്ങളാൽ ഭാരപ്പെടുന്നവർ, വിവിധങ്ങളായുള്ള പ്രയാസങ്ങൾ, മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്നു പോകുന്നവർ, ഹോസ്പിറ്റലുകൾ തള്ളിയവർ, ചെറുതും വലുതുമായ രോഗങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, അവർക്ക് വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമാക്കുന്ന തൃക്കരം, കാൽവറി ക്രൂശിലെ ആ തകർക്കപ്പെട്ട കുഞ്ഞാടെ അവിടുത്തെ ആ രക്തമൊഴുകുന്ന കരം രോഗത്താൽ ഭാരപ്പെടുന്ന ഓരോ വ്യക്തികളുടെ മേലേക്ക് ഇപ്പോൾ അങ്ങ് നീട്ടണമേ. യേശുവിൻ നാമത്തിൽ അത്ഭുത സൗഖ്യം വ്യാപരിക്കട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെയുള്ള ശരീരത്തിലെ ഏത് അവയവങ്ങളിലാണ് ഉള്ളതെങ്കിലും എൻ്റെ യേശുവിൻ്റെ കൈകൾ, സൗഖ്യദായകൻ്റെ കരം ഇപ്പോൾ അതിന്മേലേക്ക് നീട്ടി നിന്റെ നാമം ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഈ പ്രാർത്ഥനയ്ക്ക് മറുപടിയായി അത്ഭുത വിടുതൽ, അത്ഭുത സൗഖ്യം, അത്ഭുതപരമായുള്ള ആരോഗ്യം ആ പ്രിയപ്പെട്ടവർക്ക് ലഭിക്കാനായിട്ട് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. മനസ്സ് ഭാരപ്പെട്ട് വല്ലാതെ മുറിഞ്ഞിരിക്കുന്ന അനുഭവത്തിൽ, ഹൃദയം വല്ലാതെ പിടയുന്നതായുള്ള അനുഭവത്തിൽ, വിവിധങ്ങളായിട്ടുള്ള ആശങ്കകളാൽ പ്രയാസപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സമാധാനം അവരുടെ മേലേക്ക് അങ്ങ് അയക്കണമേ. എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു, അത് ലോകം തരുന്ന പോലെ അല്ല എന്ന് പറഞ്ഞ കർത്താവേ, അവിടുത്തെ ദിവ്യ സമാധാനം കൊണ്ട് സമാധാനമില്ലാതിരിക്കുന്ന അങ്ങയുടെ ഈ മകനെ, അങ്ങയുടെ ഈ മകളെ, അങ്ങയുടെ ഈ കുഞ്ഞിനെ അങ്ങ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സാമ്പത്തികമായി ഞെരുങ്ങുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോണുകൾ അടയ്ക്കാൻ കഴിയാതെ പ്രയാസപ്പെടുന്നവർ, കുഞ്ഞുങ്ങളുടെ ഫീസ് കൊടുക്കാൻ കഴിയില്ലാതെ പ്രയാസപ്പെടുന്നവർ, വിവിധങ്ങളായുള്ള ആവശ്യങ്ങൾ, ദൈനംദിന ചിലവുകൾ, ബാങ്കിൽ അടയ്ക്കാനുള്ളതായ പണം ഇല്ലാത്തവർ,
കർത്താവെ, ജീവിതത്തിൻ്റെ ഒരറ്റവും മറ്റേറ്റവും കൂട്ടിമുട്ടിക്കാൻ കഴിയാതെ വല്ലാതെ ഭാരപ്പെടുന്നവർ, കയ്യിൽ ഒരു പൈസ പോലും ഇല്ലാതെ പ്രയാസപ്പെടുന്നവർ, ഭക്ഷണം കഴിക്കാൻ പോലും വഴിയില്ലാത്തവർ, അതിനുള്ള ധനമില്ലാത്തവർ, കർത്താവെ, അവർക്കെല്ലാവർക്കും വേണ്ടി അടിയൻ പ്രാർത്ഥിക്കുന്നു. നാഥ, നിനക്കൊരായിരം വഴികളുണ്ട്. അവിടുത്തെ കരങ്ങൾ ഈ പ്രിയ സഹോദരങ്ങൾക്ക് വേണ്ടി ചലിപ്പിക്കണം. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ഏലിയാവിനൊരു കാക്കയെ അയച്ച് അബ്ബാ തനിക്ക് വേണ്ട ആഹാരം നൽകിയതുപോലെ 5 അപ്പവും 2 മീനും മാത്രം ഉയരത്തിലേക്ക് ഉയർത്തി അങ്ങ് പ്രാർത്ഥിച്ച് 5000-ലധികമുള്ളതായ പുരുഷന്മാരടക്കമുള്ള പുരുഷാരത്തിന് അങ്ങ് കൊടുത്തതുപോലെ കാനയിൽ ആ പച്ച വെള്ളത്തെ വീഞ്ഞാക്കി അങ്ങ് ചെയ്തതുപോലെ ഒരത്ഭുതം അങ്ങനെ ഈ മക്കൾക്കായി ചെയ്യണമേ. ഇപ്പോൾ തന്നെ നിന്റെ കരം നീട്ടണമേ. അവരുടെ പ്രയാസത്തിൻ്റെ മേൽ അവരെ സഹായിപ്പാൻ അങ്ങ് ചില മാർഗങ്ങൾ, ചില വഴികൾ അങ്ങ് ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തങ്ങളുടെ തലമുറകൾ വഴിതെറ്റിപ്പോകുന്നുവല്ലോ, അവരെ നേരായ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ തങ്ങൾക്ക് കഴിയുന്നില്ലല്ലോ എന്ന നിലകളിൽ തങ്ങളുടെ തലമുറകളെ ഓർത്ത് ഭാരപ്പെടുന്ന എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടിയും അടിയൻ പ്രാർത്ഥിക്കുന്നു. നാഥ, നിനക്ക് കഴിയുമല്ലോ. എൻ്റെ കർത്താവെ, അങ്ങയ്ക്ക് കഴിയുമല്ലോ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ സ്വർഗീയ സഹായക, ഉയരത്തിലെ കാര്യസ്ഥനെ, മഹാദൈവമേ, അങ്ങ് ആ വിഷയത്തിൽ നിന്ന് ഇടപെടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. മടക്കി വരുത്തുന്ന എൻ്റെ കർത്താവിൻ്റെ കൈകൾ തലമുറകളെ നിങ്ങളിലേക്ക് തിരിക്കണമേ. ഭർത്താക്കന്മാരുടെ മദ്യപാനം മൂലം കർത്താവെ, അബ്ബ, വിവിധങ്ങളായിട്ടുള്ള കുടുംബ കലഹങ്ങൾ മൂലം ജീവിതം തകരുവാൻ തക്കവണ്ണം അല്ലെങ്കിൽ അവസാനിപ്പിക്കുവാൻ തക്കവണ്ണം ആഗ്രഹിച്ചിരിക്കുന്ന ആളുകൾ അടിയനെ കേൾക്കുന്നുണ്ടായിരിക്കുമല്ലോ. കർത്താവെ, ആ പ്രശ്നങ്ങളെ കർത്താവ് പൂർണ്ണമായി പരിഹരിക്കണമേ. കൂടുമ്പോൾ ഇമ്പമായി മാറേണ്ട കുടുംബങ്ങൾ കലഹത്തിൻ്റെ ആസ്ഥാന മന്ദിരങ്ങളായി തീരുന്ന അവസ്ഥകൾ യേശുവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോകട്ടെ. ഒരു വലിയ വിടുതൽ സംഭവിക്കട്ടെ. സമാധാനം എല്ലാവർക്കും. കർത്താവെ, അടിയന്റെ മുമ്പിൽ ഇരിക്കുന്ന കേൾക്കുന്ന വ്യക്തികൾക്ക് എല്ലാവർക്കും വേണ്ട സമാധാനം, അവരുടെ വിഷയങ്ങൾക്കൊരു പരിഹാരം, അവരുടെ ജീവിതത്തിൽ ഒരു നന്മ, കർത്താവെ, അവരുടെ ഉണങ്ങി വരേണ്ട അവസ്ഥകൾക്ക്, കർത്താവെ, മരുഭൂമി പോലെ കർത്താവെ ഉണങ്ങിപ്പോയതായിരിക്കുന്ന അവരുടെ സാഹചര്യങ്ങൾക്ക് കർത്താവ് ഒരു പൂർണ്ണ വ്യതിയാനം, ഒരു വ്യത്യാസം അയക്കണമേ. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലുകളെ മടക്കുന്ന എല്ലാ നാമത്തിനും മീതെയുള്ള നാമമാകുന്ന യേശുവിൻ നാമത്തിൽ സൗഖ്യം, സമാധാനം, ആരോഗ്യം, സന്തോഷം, ഞെരുക്കങ്ങളിൽ നിന്നുള്ള വിടുതൽ, എല്ലാ നിലകളിലുള്ള തകർച്ചകളുടെ മേലുമുള്ളതായ വിടുതൽ, സന്തോഷം എല്ലാം ഉണ്ടാകട്ടെ. നിറഞ്ഞു കവിയുന്ന സന്തോഷത്താലും സമാധാനത്താലും അനുഗ്രഹത്താലും അങ്ങനെ മക്കളെ നിറയ്ക്കണം. അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രശ്നം എത്ര അഴിയക്കുരുക്കാണെങ്കിലും, എത്ര കഷ്ടത നിറഞ്ഞതാണെങ്കിലും, എത്ര അസാധ്യമെങ്കിലും, സർവശക്ത എല്ലാ പ്രതിസന്ധികളെയും പരിഹരിപ്പാൻ കഴിവുള്ള മഹാദൈവമേ, യേശുവേ, നിന്റെ കൈകൾ നീട്ടണമേ. മഹാപിതാവേ, അവിടുത്തെ കരങ്ങൾ നീട്ടണമേ. ഞങ്ങൾ ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ ഞങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുമാറാക്കുന്ന മഹാപിതാവേ, അവിടുത്തെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ആ ഭാരങ്ങൾ, ആ പ്രയാസങ്ങൾ, ആ ബുദ്ധിമുട്ടുകൾ നീക്കിക്കൊടുക്കണമേ. എല്ലാ പുകഴ്ചയും അങ്ങേക്ക് അർപ്പിക്കുന്നു, എല്ലാ മഹത്വവും അങ്ങേക്ക് അർപ്പിക്കുന്നു. കർത്താവെ, ഞാൻ അടിയനൊന്നുമല്ല കർത്താവെ, നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ ഈ മക്കൾക്ക് അവരാവശ്യപ്പെടുന്ന, അവരാഗ്രഹിക്കുന്ന ആ സന്തോഷം, ആ പ്രയാസത്തിലുള്ള വിടുതൽ നൽകണമേ. എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായും ഭൂമിയുടെ അറ്റങ്ങളെ കൈവശമായും തരുമെന്ന് പറഞ്ഞ കർത്താവേ, അവർ ഏത് വിഭാഗത്തിലുള്ള വ്യക്തികളാണല്ലോ, നിന്റെ മക്കളാണല്ലോ, എല്ലാവരും അങ്ങയുടെ മക്കളാണല്ലോ. ഓരോരുത്തരോടും നീ കരുണ തോന്നണമേ, വിടുവിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ പുകഴ്ചയും എല്ലാ മാനവും എല്ലാ മഹത്വവും അങ്ങേക്ക് നൽകുന്നു. യേശു നാമത്തിൽ പിതാവേ.